നാട്ടുകാർ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? അനുപമ എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിൽപ്പെട്ട സമീപമുള്ള വരാപ്പുഴ മാർക്കറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കാലങ്ങളായി തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ മാർക്കറ്റിന് സമീപത്ത് തന്നെയുള്ള മാലിന്യ കൂമ്പാരമാണ് തന്നെ. ഈ മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയേറെ അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. വളരെ ചെറിയ സൗകര്യത്തോടു കൂടി മാത്രമാണ് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇടുങ്ങിയ പ്രദേശമാണ്. അതിനോട് ചേർന്ന് തന്നെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ കടകളിലെ മാലിന്യങ്ങളടക്കം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. കടകളിലെ പച്ചക്കറി മാലിന്യങ്ങളും അതുപോലെ തന്നെ മാംസ മാർക്കറ്റുകളും ഈ സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ അടക്കം മാലിന്യങ്ങളാണ് ഇവിടെ ഈ ഇപ്പോൾ കാലങ്ങളായി നീക്കം ചെയ്യാതെ ഇപ്പോൾ നിക്ഷേപിക്കപ്പെട്ട് കിടന്നിരിക്കുന്നത്. കൃത്യമായി നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. മാസങ്ങളായി ഇത്തരത്തിൽ മാലിന്യ നീക്കം നിലച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാലങ്ങൾ പഴക്കമുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ചീഞ്ഞളിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ നീക്കം നിലച്ച് മാസങ്ങളായി തന്നെ ഇവിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടക്കാൻ കാരണമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് മാത്രമല്ല മാലിന്യങ്ങളിൽ നിന്നുള്ള അഴുക്ക് ജലം ഈ കടകളിലെ പ്രദേശങ്ങളിലേക്ക് എല്ലാം ഒഴുകി ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട്. ഇത് രൂക്ഷമായ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. ഈ വരാപ്പുഴ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മാർക്കറ്റിന്റെ അടക്കം പ്രവർത്തനം നടക്കേണ്ടത്. എന്നാൽ ഈ മാലിന്യ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരെ പലവട്ടം നാട്ടുകാരും അതുപോലെ തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് വഴിവെക്കുന്നത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അനുപമ, തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ നാട്ടുകാരും ഈ പ്രശ്നം പലതവണ മാസങ്ങൾക്ക് മുൻപ് തന്നെ പഞ്ചായത്ത് അധികൃതരെ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ഭാവം തന്നെയായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. യാതൊരു നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് അവരാരും തന്നെ ഇതുവരെ എടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വലിയൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയാണ് ഈ പ്രദേശത്ത് ഈ ഒരു മാലിന്യങ്ങൾ കാരണം ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രൂക്ഷമായ ദുർഗന്ധം മാത്രമല്ല ഈ മാർക്കറ്റിലേക്ക് എത്തുക ആളുകൾക്ക് സഹിക്കേണ്ടി വരുന്നത്. ഈ മലിനജലം കെട്ടിക്കിടക്കുന്നതിലൂടെ പകർച്ചവ്യാധി അടക്കമുള്ള രോഗങ്ങളുടെ ഒരു സാധ്യത കൂടി പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല BJP കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രതിഷേധവും ഒക്കെയായി രംഗത്തെത്തിയിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ കടക്കാം. BJP പ്രതിനിധികൾ ഇപ്പം നമ്മളോടൊപ്പം ഇവിടെ ചേട്ടാ, ഇത് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് പറവൂരിലെ ഏറ്റവും തോൽവി വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകർത്താക്കളാണെന്ന് സമ്മതിക്കാതെ വയ്യ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 2 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്തിട്ടില്ല. പറവൂരിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ മാർക്കറ്റ് ഇപ്പോൾ പറവൂരിലെ ജനങ്ങളിലേക്ക് സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന ഒരു ഫാക്ടറിയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് BJP രംഗത്ത് വന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കുറച്ച് മാലിന്യങ്ങൾ അപ്പുറത്തേക്ക് നീക്കിയിടുകയാണ് ഇവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ള ഭരണകർത്താക്കൾ ചെയ്തത്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ BJP ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഭരണകർത്താക്കളെ വഴിയിൽ തടയും എന്നുള്ളത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അനുപമ, അതുതന്നെയാണ് ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത്. ഇനിയും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെ തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തും. ഒപ്പം നാട്ടുകാരും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാവും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആരംഭിച്ചതോടുകൂടി തന്നെ മാലിന്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കടകളുടെ പ്രദേശത്തേക്ക് കൂടി ഒഴുകി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും വരാപ്പുഴ മാർക്കറ്റിലെ ഈ ഒരു അവസ്ഥ. അത് മാത്രമല്ല, ഒപ്പം ഇതിന് സമീപത്ത് തന്നെയാണ് മാർക്കറ്റിന്റെ പഞ്ചായത്ത് പൊതു ശൗചാലയം പ്രവർത്തിക്കുന്നത്. ഈ മാലിന്യങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ശൗചാലയത്തിന്റെ പ്രവർത്തനവും ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആളുകൾക്ക് ആർക്കും തന്നെ ശൗചാലയത്തിനുള്ളിലേക്കും തന്നെ പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാകും എന്ന് തന്നെ പറയാൻ സാധിക്കും. അനുപമ, തീർച്ചയായും ഗോകുൽ, വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥ വഴിവെക്കുന്നത്. മാലിന്യം നീക്കം നിലച്ചതോടെ പറവൂർ വരാപ്പുഴ മാർക്കറ്റിൽ ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമായി തന്നെ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ മാടപ്പള്ളി.
വാർത്തകൾ നോക്കാം. 10 ദിവസം കഴിഞ്ഞിട്ടും